2027 സെൻസസ് ആരംഭിച്ചു. പ്രവാസികൾ പുറത്താകുമോ എന്നൊരു സംശയം ഇവിടെ ഇപ്പോൾ നിയലിച്ചു നിൽക്കുകയാണ്. കാര്യം പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചോദിക്കുന്നില്ല. നാട്ടിൽ ജീവിക്കുന്നവരെ കുറിച്ച് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. ഇനി അഡീഷണലായിട്ട് എന്തെങ്കിലും ഏത് ചേർക്കുമോ കൂട്ടിച്ചേർക്കുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ വിദേശത്തുള്ള പ്രവാസികൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ ഭാഗങ്ങളിൽ യാതൊരു വിവരവുമില്ല എന്നുള്ളത് ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. SIR തന്നെ ആദ്യഘട്ടത്തിൽ വിവരങ്ങളൊന്നും പ്രവാസിയുമായിട്ട് ബന്ധപ്പെട്ടില്ലായിരുന്നു. പിന്നീടത് ചേർത്തതാണ്. അങ്ങനെയാണ് SIR ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം തന്നെ പൂർണ്ണമായ രീതിയിലുള്ള പ്രവാസികൾ എല്ലാവരും SIR ഫോം ഫില്ല് ചെയ്തിട്ട് ഈ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതിനാണ് പറയാൻ വേണ്ടി പറ്റുക. ഇത് സെൻസറിലും സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ വലിയ പ്രയാസമായിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ എന്താണ് സർക്കാർ പുറപ്പെടുവിച്ചത് എന്ന് പറഞ്ഞാൽ ആദ്യഘട്ട സെൽഫ് സെൻസസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് 1-ാം തീയതി വരെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. 1-ാം തീയതി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. അഥവാ വെബ്സൈറ്റിൽ ഓൺ ചെയ്തിട്ട് നമ്മൾക്ക് സ്വന്തമായ രീതിയിൽ വിവരശേഖരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പറയപ്പെട്ട 1-ാം ഘട്ട സെൽഫ് സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 33 ചോദ്യങ്ങളാണ് അതിൽ വരുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നമ്മൾക്ക് പ്രത്യേകമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ ഉള്ള ചോദ്യങ്ങൾ വെട്ടിച്ചുരുക്കാനോ ഒന്നും പറ്റില്ല. അതെങ്ങനെ ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ OTP വരും. OTP അടിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ വിവരശേഖരണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ വരും. അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഉത്തരം നൽകേണ്ടത് എന്നുള്ളതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ആ സംശയം നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടാം. ഇത് ചേർക്കാൻ വേണ്ടി പറ്റാത്തൊരു വിഷയങ്ങളുണ്ടോ അവരത് ചേർത്ത് തരുന്നതാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അത് സർവീസ് സെൻ്ററാണ്. അങ്ങനെ ഒരു സഹായം കൂടി നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ജൂലൈ മാസം 1-ാം തീയതി മുതൽ നേരിട്ട് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിലേക്ക് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. അവരോട് പറഞ്ഞാൽ അവർക്ക് സൈറ്റ് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ചെയ്തിട്ടില്ലെങ്കിലോ അവർ ചോദിക്കുന്നതിന് ആ സമയത്ത് ഈ 33 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലും മതി. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് സമയനഷ്ടം ഉണ്ടാവും. നമുക്കുണ്ടാവും, അവർക്കും ഉണ്ടാവും. ഒരു വീട്ടിലൊരു സെൻസസ് പറഞ്ഞിട്ടാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് അവസാനിച്ചോളൂ. 33 ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തര കാര്യങ്ങൾ കൃത്യമാക്കണം. എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും, മണിക്കൂറിൽ അത് കിടക്കും. നമുക്കൊരു വെപ്രാളം ഉണ്ടാവും. അതാക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് കൊണ്ട് ഈ സെൻസസ് ആയിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. 2027 സെൻസസ് പ്രകാരം 34 ചോദ്യങ്ങൾ, 33 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ഒരു ചോദ്യം പിന്നെ അത് നമ്മൾ വരുന്ന ആൾ ഫില്ല് ചെയ്യേണ്ടതാണ്. 2026 ജനുവരി 22 ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം 33 ചോദ്യങ്ങൾക്കാണ് ഔദ്യോഗികപരമായ രീതിയിൽ വിജ്ഞാപനം ചെയ്തത്. എന്നാൽ സെൽഫ് എന്യൂമറേഷൻ ഫോമിൽ ലൈൻ നമ്പർ കൂടി ചേർന്ന് 34 ചോദ്യങ്ങൾ കാണാറുണ്ട്. 33 എണ്ണത്തിൽ ഉത്തരം ചെയ്താൽ മതി എന്ന് ചുരുക്കം. ഓക്കെ, അതിൽ ഈ 2027 സെൻസസ് ഫേസ് 1 പ്രധാന 31+ ചോദ്യങ്ങൾ വീട് സൗകര്യം സംബന്ധിച്ചാണ് ഇവ. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് 1 മുതൽ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ബിൽഡിംഗ് നമ്പറാണ്. ബിൽഡിംഗ് നമ്പർ വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഈ വാടക വീടായിരിക്കും, വാടക ബിൽഡിംഗ് ആയിരിക്കും. അതുണ്ടെങ്കിൽ അതല്ല നമ്മുടെ താമസ സ്ഥലത്തുള്ള വീടാണെങ്കിൽ ആ വീട്ടിലെ നമ്പർ. 2 തരത്തിലുണ്ടാകും. വാടക വീട്, ഈ ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ അതേപോലെ തന്നെ സ്വന്തം വീട്. അത് മുനിസിപ്പൽ ആണെങ്കിലും പഞ്ചായത്ത് ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും അതിനൊക്കെ എന്തുണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവും. ബിൽഡിംഗ് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീട്ടു നമ്പർ എന്ന് പറയാം. അതാണ് 1ാമത്തെ വരുന്നത്. പിന്നെ സെൻസസ് ഹൗസ് നമ്പർ, അതിനോട് തൊട്ട് താഴെ തന്നെ സെൻസസ് ആയിട്ടൊരു നമ്പർ വരുന്നുണ്ട്. അത് അറിയില്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് അവർ എഴുതി ചേർക്കുന്നതാണ്. അത് വിഷയമല്ല, അത് അവർ പറഞ്ഞു തരും. ഇനി 2ാമത്തെ നോക്കുന്ന സമയത്ത്, ഇനി അടുത്തത് പറയുന്ന സമയത്ത് തറയുടെ പ്രധാന വസ്തു ചെളിയാണോ, സിമെൻ്റ് ആണോ, ടൈൽസ് ആണോ, അത് ഏത് ഉപയോഗിച്ചു കൊണ്ടാണ് തറ, നമ്മൾ വീടിൻ്റെ തറ കെട്ടിയത് ഏതാണ് എന്നാണ് ചോദ്യം. ചുമരിൻ്റെ പ്രധാന വസ്തു മരമാണോ, കല്ലാണോ, ഇഷ്ടികയാണോ, കോൺക്രീറ്റ് ആണോ മുതലായവ. അതിലേതാണെന്നുള്ളത് അത് നമ്മൾ എഴുതുക. മേൽക്കൂരയുടെ പ്രധാന വസ്തു ഓലയാണോ, ടൈൽസ് ആണോ, കോൺക്രീറ്റ് ആണോ, മെറ്റലാണോ, ഷീറ്റാണോ എന്നിവ. 6ാമത്തത് വീടിൻ്റെ ഉപയോഗം, താമസം, കട, ഓഫീസ്, ഒഴിഞ്ഞു കിടക്കുന്നത് മുതലായവ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, അതേത്. വീടിൻ്റെ അവസ്ഥ നല്ലതാണ്, അല്ലെങ്കിൽ താമസിക്കാവുന്നതാണ്, ശിഥിലമാണ്, ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാവില്ല അത്.
ഇനി പിന്നെ അടുത്തത് കുടുംബത്തെ സംബന്ധിച്ചാണ് 8ാമത്തെ ചോദ്യം മുതൽ തുടങ്ങുന്നത്. ഹൗസ് ഹോൾഡ് നമ്പർ, വീട്ടിൻ്റെ നമ്പറാണ് പറയുന്നത്. വീട്ടിൽ സാധാരണ താമസിക്കുന്നവരുടെ ആകെ എണ്ണം, കുടുംബനാഥൻ്റെ പേര്, കുടുംബനാഥൻ്റെ ലിംഗം, കുടുംബനാഥൻ SC ST ഒതർ വിഭാഗത്തിൽ പെടുമോ, ഇത്തവണ ജാതിയോ എണ്ണോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചേർക്കേണ്ടത്. പിന്നെ അടുത്തത് വീടിൻ്റെ ഉടമസ്ഥത, സ്വന്തം, വാടക, മറ്റുള്ളവ, നമ്മുടേതാണോ അല്ലെ വാടകക്കാണോ എന്നുള്ള അറിയാമല്ലോ. കുടുംബത്തിൻ്റെ കൈവശമുള്ള മുറികളുടെ എണ്ണം, വീടിൻ്റെ അകത്ത് എത്ര മുറി ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. വീട്ടിലെ വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം, അതാണ് 15ാമത്തെ ചോദ്യം അവിടെ അവസാനിച്ചു. ഇനി അടുത്തത് സൗകര്യങ്ങളും വസ്തുക്കളുമാണ് 16 മുതൽ ചോദിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത, വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ്, കക്കൂസ് സൗകര്യമുണ്ടോ, കക്കൂസിൻ്റെ തരം, മലിനജല ഒഴുക്ക് സംവിധാനം, കുളിമുറി സൗകര്യം, അടുക്കളയും LPG അല്ലെങ്കിൽ PNG കണക്ഷൻ, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം, റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ടെലിവിഷൻ, ഇൻ്റർനെറ്റ് സൗകര്യം, ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ, സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോപ്പഡ്, കാറ് അല്ലെങ്കിൽ ജീപ്പ് അല്ലെങ്കിൽ വാന്, വീട്ടിലെ പ്രധാനമായും കഴിക്കുന്ന ധാന്യം, അരിയാണോ ഗോതമ്പാണോ മുതലായവ, അതുമായിട്ട് ബന്ധപ്പെട്ട്. 33ാമത്തെ ചോദ്യം സെൻസസ് ആശയവിനിമയത്തിന് മൊബൈൽ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാശയവിനിമയം നടത്താൻ വേണ്ടി ഒരു പെർമനൻ്റ് ആയിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ വീട്ടിൽ വേണം, അത് കൊടുക്കണം എന്നാണ് അതിൽ പറയുന്നത്. 2ാം ഘട്ടം വരുന്നത് പോപ്പുലേഷൻ എനുമറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരി 27, 2027 അതിൽ ജാതി, മതം, വിദ്യാഭ്യാസം, തൊഴിൽ മുതലായവ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉത്തരം കൊടുക്കണം. ചേർക്കേണ്ടത് എങ്ങനെ, നേരിട്ട് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ അല്ലേ നമ്മൾ ചോദ്യങ്ങൾ. അതെ, നേരിട്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? സെൽഫ് എനുമറേഷൻ എന്ന് പറയുന്നത് 2027 സെൻസസ് ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ്. നേരിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? സെൽഫ് എനുമറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? അത് പോർട്ടലിൽ കയറി, വെബ്സൈറ്റിൽ കയറി, www അടിച്ചിട്ട് വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം se-census.government.in അടിക്കുക. ഒന്നുകൂടി പറയാം, SE അടിച്ചതിന് ശേഷം ഡോട്ട് ഇടുക. സെൻസസ് എന്ന് പറഞ്ഞാൽ CENSUS, വീണ്ടും ഡോട്ട് ഇടുക. ഗവൺമെൻറ്റിൻ്റെ GOV അടിക്കുക, ഡോട്ട് ഇടുക, IN അടിക്കുക. അത് തുറക്കുക. അപ്പോൾ ഓപ്പൺ ആയിട്ട് തുറക്കും. അപ്പോൾ അതിൽ സംസ്ഥാനം, പിന്നെ തിരഞ്ഞെടുപ്പ്, കുടുംബനാഥത്തിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇത് അടിക്കുന്ന സമയത്ത് ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. അത് വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു വീടിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ മൊബൈൽ നമ്പർ പെർമനൻ്റ് ആയിരിക്കും. റേഷൻ ഷാപ്പിലൊക്കെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ പോലെ ആയിട്ട് അത് വരും. പിന്നീട് അതിൽ ഭാഷ, മലയാളം ഉൾപ്പെടെ 16 ഇന്ത്യൻ ഭാഷകൾ ആ ഫോമിനകത്തുണ്ടാവും. നമുക്ക് ഏതാണോ ഭാഷ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. മലയാളമാണ് മലയാളം, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് എളുപ്പം ചെയ്യാൻ പറ്റുക എങ്കിൽ അത് തിരഞ്ഞെടുക്കാം. ലൊക്കേഷൻ ജില്ല, വില്ലേജ്, ടൗൺ നൽകി മാപ്പിൽ നിങ്ങളുടെ വീടിൻ്റെ സ്ഥാനത്ത് റെഡ് മാർക്കർ വെച്ച് സേവ് ചെയ്യേണ്ടതാണ്. അതിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോം പൂരിപ്പിക്കുക. മുകളിൽ പറഞ്ഞ 33 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. 15-20 മിനിറ്റാണ് ഇതിൽ പറയുന്ന സമയം എടുക്കുക. ചിലപ്പോൾ അതിലൊക്കെ കൂടുതലാവും. നമ്മൾ വിഷയമല്ല, നമ്മുടെ സൈറ്റിൽ തന്നെയാണല്ലോ കയറുന്നത്. സബ്മിറ്റ് ചെയ്താൽ 11 അക്ക SEID SMS-ലും ഇമെയിലും കിട്ടും. നമുക്കൊരു ഇമെയിൽ ID വേണം, ഒന്നുകിൽ ഇമെയിൽ അല്ലെങ്കിൽ SMS-ലേക്ക്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 അക്ക ഒരു നമ്പർ നമ്മൾക്ക് വരുന്നതാണ്. ആ നമ്പർ നമ്മൾ എഴുതി വെക്കണം. ആ നമ്പറാണ് സെൻസസ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന ആളുടെ കൈവശത്തിൽ കൊടുക്കേണ്ടത്. എനുമറേറ്റർ വന്നപ്പോൾ വീട്ടിൽ വരുന്ന ഉദ്യോഗസ്ഥൻ SEID കൊടുക്കണം, പറഞ്ഞല്ലോ. അദ്ദേഹം അത് വെരിഫൈ ചെയ്ത് ഈ ഡാറ്റ കൺഫേം ചെയ്യുന്നതാണ്. അത് അയാൾക്ക് അത് ആ സൈറ്റിൽ അടിച്ചു നോക്കുന്ന സമയത്ത് അതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ആ ഡിസ്പ്ലേ ആയി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അയാൾ ചോദിക്കും, നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്താൽ മതി. എനുമറേഷൻ വീട്ടിൽ വരുന്നതിന് 15 ദിവസം മുമ്പ് സെൽഫ് എനുമറേഷൻ വിൻഡോ തുറക്കും. അതിപ്പോൾ തുറന്നിട്ടുണ്ട്, നമ്മൾ മേലെ പറഞ്ഞ കാര്യമാണ്. കേരളത്തിൽ ഫേസ് 1 ജൂലൈ 1-30, 2026, അടുത്ത മാസം 1-ാം തീയതിയാണ് ഈ ജൂലൈ 1 മുതൽ ആരംഭിച്ചതാണ് പറയുന്നത്. 1 മുതൽ 30 വരെ 2026 നടക്കുക. അതിന് മുൻപ് സെൽഫ് എനുമറേഷൻ കൊടുക്കുക. അതായത് ഇപ്പോഴാണ് അതിൻ്റെ സമയം ചെയ്യേണ്ടത്. 30-ാം തീയതി വരെ കൊടുക്കുക. 1-ാം തീയതി അവർ വീട്ടിലെത്തും. 1-ാം തീയതി മുതലാണ്. എല്ലാ വീട്ടിലേക്കും 1-ാം തീയതി എത്തിക്കൊള്ളണോ എന്നൊന്നുമില്ല. അവരുടെ ഈ സൗകര്യത്തിനനുസരിച്ചാണ് എത്താനുള്ള ചോദ്യം. പ്രധാന കാര്യങ്ങൾ ഇതിൽ പറയുന്നത്, ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചേർക്കാൻ പറ്റില്ല. സർക്കാർ നിശ്ചയിച്ച 33 ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം നൽകാൻ പറ്റൂ. നമ്മുടെ വക ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ലൈൻ നമ്പർ Q1 എന്യൂമറേറ്റർ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റൂ. Q1 എന്യൂമറേറ്റർ മാത്രം ഫില്ല് ചെയ്യണം. അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല.
പേര്, മൊബൈൽ നമ്പർ, ഭാഷ ഒരിക്കൽ ഈ സെറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റില്ല. നമ്മളൊരു മലയാളമാണ് സെലക്ട് ചെയ്തതെങ്കിൽ പിന്നീട് കുറച്ച് കഴിയുന്ന സമയത്ത് ഇംഗ്ലീഷ് ആക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ആലോചിച്ചിട്ട് ഒറ്റ ഭാഷ മാത്രം, ഏതാണോ താല്പര്യം ആ ഭാഷ മാത്രം സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഡാറ്റ സുരക്ഷിതമാണ്. സെൻസസ് റൂൾസ് 1990 പ്രകാരം സെൽഫ് എന്യൂമറേഷൻ നിയമപരമാണ് എന്ന് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ സെൻസസിൻ്റെ കാര്യങ്ങൾ, ഈ ഡീറ്റെയിൽസുകൾ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു. Q1 ലൈൻ ഉണ്ട്. ആ Q1 ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതല്ല, അവർ ചെയ്യേണ്ടത്. അവിടെ ബാക്കിയുള്ള കാര്യമാണ് അതിലേക്ക് ചെയ്യേണ്ടത് ചുരുക്കം. ഇത് സെൻസസ് എന്യൂമറേഷൻ മാത്രം ഫിൽ ചെയ്യുന്ന ഫീൽഡാണ്. വിശദീകരണം, നിങ്ങൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ഈ ലൈൻ നമ്പർ ചോദ്യം കാണില്ല. അങ്ങനെ ആ കാര്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങൾ ഉത്തരം നൽകണം. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെൻസസ് നിർബന്ധമാണ്, അത് ചെയ്തേ പറ്റൂ. അതില്ലെങ്കിൽ നമ്മൾ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ബാധിക്കും. കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് അതിൽ കാണാൻ വേണ്ടി പറ്റുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഇത് ഫില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് ആണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ആ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടാണ്, നിങ്ങൾ ആ വിവരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്താൽ കൃത്യമായി ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഫ്രീ സർവീസ് അല്ല, കോസ്റ്റൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക, അവർ പറയും, ആ പറയുന്ന കാശുകൾ കൊടുത്താൽ ലാഭം ക്ലിയർ ആക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്കത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നന്ദി.